പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എട്ടുനോമ്പാചരണവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളും ആഘോഷിക്കുന്ന സുന്ദരമായ സുദിനങ്ങളിലൂടെയാണല്ലോ സെപ്റ്റംബർ മാസം നാം കടന്നുപോകുന്നത്. പരിശുദ്ധ അമ്മയുമായി കൂടുതലായി ഒരു ആത്മബന്ധം വളർത്തിയെടുക്കാൻ ഈ അവസരം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ ജീവിതത്തിലുടനീളം അമ്മ ദൈവവുമായി ഒരു അഭേദ്യ ബന്ധം കാത്തുസൂക്ഷിച്ച് ദൈവഹിതവും ദൈവപരിപാലനയും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി ജീവിച്ച വ്യക്തിയാണ്. ഈ അമ്മയുമായി നമ്മൾ അഭേദ്യമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ സ്വർഗം അതിൽ തന്നെ സന്തോഷിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. മാനവകുലത്തിന് ദൈവം നൽകിയ സമ്മാനമാണ് അമ്മ. ഈശോയ്ക്കും യൗസേപ്പിതാവിനും ചുറ്റും കെട്ടപ്പെട്ട ഒരു കോട്ട പോലെയായിരുന്നു അമ്മയുടെ ജീവിതം. പരിശുദ്ധ അമ്മയെ തൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നവർക്ക് അവൾ തൻ്റെ അനുഗ്രഹാശിസ്സുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: നീ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നീ എത്രമാത്രം പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദവരങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ. ദൈവം വസിക്കുന്ന സ്ഥലം സ്വർഗമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ശരീരവും സ്വർഗമാണ്. ദൈവം 10 മാസം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിച്ചതിനാൽ അമ്മയുടെ ശരീരം സ്വർഗമായി മാറി. ഈ ഭൂമിയിൽ ദൈവം വസിച്ച സ്വർഗം. ഈ അസുലഭ ഭാഗ്യമാണ് അമ്മയെ ആത്മശരീരങ്ങളോടെ സ്വർഗം പൂകാൻ പ്രാപ്തയാക്കിയത്. ആരെല്ലാം സ്വന്തം ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തെ സംവഹിക്കുന്നുവോ അവർക്കായി ദൈവം സ്വർഗം കരുതി വച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ. നശ്വരമായ ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാതൃക പിൻചെന്ന് ദൈവവിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ആഴപ്പെട്ട് സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമായി ഈ ഭൂമിയിലെ ജീവിതം ദൈവഹിതപ്രകാരം പൂർത്തിയാക്കാനും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാനും ഈ സുന്ദരദിനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.